സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ലാതെയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം. ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന മെഡിക്കൽ കോളേജിൽ ചെറിയ തീപിടുത്തമുണ്ടായാൽ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ പോലുമില്ല. 2 കെട്ടിട സമുച്ചയങ്ങളാണ് രോഗികൾക്ക് ഭീഷണിയായി പ്രവർത്തിക്കുന്നത്. ഒപിയും അത്യാഹിത വിഭാഗവും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജ് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ കെട്ടിടങ്ങൾക്ക് അഗ്നിരക്ഷാ സേനയുടെ NOC ഇതുവരെ ലഭിച്ചിട്ടില്ല. കെട്ടിടം പണി തുടങ്ങുമ്പോൾ തന്നെ സൈറ്റ് NOCയും പണി പൂർത്തിയായ ശേഷം ഫയർ NOCയും വാങ്ങേണ്ടതാണ്. എന്നാൽ ഈ നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കാതെയാണ് കരാറുകാരായ കിറ്റ്കോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ബിൽഡിംഗ് ഉണ്ടാക്കുവാണെങ്കിൽ അതിന് സ്പേസ് ഇല്ലെങ്കിൽ പെർമിറ്റ് പോലും നമുക്ക് കിട്ടില്ല. 6 മീറ്റർ വീതിയെങ്കിലും ഉള്ള വഴി ഉണ്ടെങ്കിൽ മാത്രമേ 10 മീറ്റർ കൂടുതലുള്ള കെട്ടിട നിർമ്മാണ റൂൾസ് വരെയുണ്ട്. അതൊക്കെ ഇവിടെ അധികം പാലിക്കാൻ 6 മീറ്റർ റോഡുണ്ട് കയറി വരാനുള്ളത്, പക്ഷെ ഇറങ്ങി പോകാനുള്ള എക്സിറ്റ് റോഡില്ല. തീയണയ്ക്കാൻ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരാതെ ഇതൊന്നും പ്രവർത്തിപ്പിക്കാനാകില്ല. മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലേക്ക് അഗ്നിരക്ഷാ സേനയുടെ വാഹനം അനായാസം കടന്നു വരാനും തിരികെ പോകാനുമുള്ള പ്രത്യേക പാത നിർമ്മിക്കണമെന്ന ആവശ്യവും ഇതുവരെ നടപ്പായില്ല. തീപിടുത്തമുണ്ടായാൽ രക്ഷപ്പെടാനുള്ള എമർജൻസി വാതിലുകൾ പോലും ഇല്ലാതെയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ലിഫ്റ്റുകളുടെ പണിയും പാതി വഴിയിൽ കിടക്കുന്നു. കൃത്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാതെയാണ് കെട്ടിട നിർമ്മാണം നടത്തിയിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന അഗ്നിരക്ഷാ സേനയുടെ നോട്ടീസുകൾക്ക് പുല്ലുവില കൽപ്പിച്ചാണ് ആരോഗ്യവകുപ്പ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം നടത്തുന്നത്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം കണ്ണു തുറക്കുന്ന ഭരണാധികാരികൾ ഇടുക്കിയിലും ജനങ്ങളുടെ ജീവന് പുല്ലുവില കൽപ്പിച്ചിരിക്കുന്നു. സുബിൻ തോമസ്, ജനം, ഇടുക്കി.